സോ ഗൈസ്, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഞങ്ങളിവിടെ വന്നിട്ട് ആദ്യത്തെ പിക്നിക്കിന് ഇറങ്ങാൻ വേണ്ടി പോവാ. ഞാനുണ്ട്, കുക്കിമോളുണ്ട്, പിന്നെ കുക്കിമോൾ വൻ സെറ്റപ്പാണ്. മുട്ടായി വരെ എങ്ങനെ തിന്നുക, നമ്മളൊരു മുട്ടായി എങ്ങനെ ഇങ്ങനല്ലേ കുക്കിമോൾ. അത് കണ്ടില്ല, ഒന്നുകൂടി കാണിച്ചെടുത്ത്, ഒന്നുകൂടി ആ കടിക്കുന്നത് കടിക്കുന്നേ, ഒന്നുകൂടി കടിക്ക്. ആ എന്നിട്ട് ഇപ്പൊ കാണിച്ചു കേട്ടാ, ഒന്ന് കാണിച്ചു കൊടുത്തേ, നോക്കിയോതാ. കണ്ടാ, അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് അളിയൻ പറയും, അളിയ അങ്ങോട്ട് പോണ ഉമ്മൽകോയിൻ ബീച്ചിലോട്ട്. ലേഡീസ് പാർക്കോ? അപ്പൊ നമുക്കോ ഫാമിലി പാർക്ക് ബീച്ചാണ്. അപ്പം ഫുഡും ചായയും എല്ലാം ആയിട്ട് നമ്മളെ പോകുന്നത്. ഇതാ ഡിക്കിയിൽ ഇത് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകണം കേട്ടോ. 9 ദിർഹംസ് ഉള്ളൂ, 9 20 ദിർഹംസ് എന്തോ. അതായത് പിന്നെ ഇങ്ങനെ നിലത്ത് വിരിച്ചിട്ട്, നമ്മളെ ഫാമിലി കുടുംബക്കാരെയും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത് പറയൂ. ഇത് ഇങ്ങനെ നിലത്ത് വിരിച്ചിട്ട് പിക്നിക്കിനൊക്കെ പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റിയ സാധനം. പിന്നെ എന്താ കുട്ടീൻ്റെ പേരെന്താ? സിംഗു നെസ്റ്റോല് വെച്ചിട്ട് ഒരു നമ്മളൊരു സബ്സ്ക്രൈബറെ കണ്ടിട്ട് റുക്സാന അല്ലേ? ഉമ്മാന്റെ പേര് നോക്കണം. അപ്പൊ ഈ കമന്റ് ബോക്സിൽ കാണുന്നവരുണ്ട് മെൻഷൻ അല്ല, അവർ ഓൾറെഡി കമന്റ് ചെയ്ത നമ്മ ഇങ്ങോട്ട് വരുന്ന വീഡിയോയില് നമ്മൾ ഇങ്ങോട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ മറ്റേ വീഡിയോ. ഇല്ല, അജ്മാനൊക്കെ ആരൊക്കെയോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു ദിവസം കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കാണാൻ പോകുന്ന ഡേറ്റ് ഒരു ദിവസം മെൻഷൻ ചെയ്യാം. ഒരു ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്യാം. അപ്പൊ അജ്മാനിലുള്ളവരും ഷാർജയിലുള്ളവരും അങ്ങോട്ട് വന്നോട്ടെ. ഓക്കെ ഡൺ. പിന്നെന്താ, വേറൊന്നുമില്ല. മീറ്റപ്പ് എവിടെ ഇരിക്കാനാ ചാൻസ്? ഇവിടെ കോർണിഷ് സെറ്റാക്കാം. ഓക്കെ, നമുക്ക് അജ്മാനുള്ളവരും ഷാർജയിലുള്ളവരും കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ അജ്മാൻ കോർണിഷിൽ ഒരു ദിവസം സെറ്റാക്കാം. നിങ്ങളില്ലേ കമൻറ്റ് എവിടെ വേണം എന്നുള്ളത്. ഓക്കെ, നമ്മൾ പോവാ ബീച്ച്, ഉമ്മൽകോയ്മ ബീച്ച്. സ്ഥലം ചാച്ച പാർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, രണ്ടു പാർക്കിംഗ് ഒരുമിച്ചുണ്ട്. പാർക്കിംഗ് പാർക്കിംഗ് ഇല്ല അവിടെ. ഉള്ള സാധനങ്ങളായിട്ട് ഒരാൾ വരുന്നുണ്ട്. അല്ല, നമ്മളെ വണ്ടിയുടെ ഉള്ളിൽ പെപ്സി ഉണ്ട്. അങ്ങ് കേരളത്തിൽ നിന്ന് എത്തി കറങ്ങാൻ പണിയെടുക്കുന്നു. ചാച്ചാടെ വണ്ടി സാധനങ്ങൾ എടുക്കാണ്ട് ചെമ്പും കലക്കെ അതില്ല മദ്യം കൊണ്ട് അങ്ങോട്ട് പൊക്കോ. നമ്മൾ സെറ്റാക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. വേണം ഗൈസ്, ഞങ്ങള് ചാച്ചാന്റെ വണ്ടിയിൽ അവര് ആ റൂട്ട് പിടിച്ചിട്ടോ ആണ്. വെൽക്കം ടു ബീച്ച് പാർക്കാണ്. പോയി നിച്ചു വന്ന് ഉമ്മ അങ്ങോട്ട് പോവാണ്. ഞാൻ ചാച്ചാന്റെ വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. സോ ഞാൻ അങ്ങോട്ട് പോവാണ്. ചാച്ചാന്റെ വണ്ടി വേറെ ഇതിലാണ് പാർക്ക് ചെയ്തത്, കാരണം അവർ ഷാർജയിൽ നിന്നാണല്ലോ വന്നത്. അതുകൊണ്ട് അവരങ്ങനെ ചാച്ചാന്റെ വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ അവരെ തൊട്ട് ബാക്കിൽ വെച്ച് പിടിക്കുകയാണ്. എത്തുന്നേ ഇല്ല, അവർക്ക് ഭയങ്കര ഫാസ്റ്റാ. അങ്ങനെ ചാച്ചാന്റെ വണ്ടി എത്തി.
ഇതാണ് ചാച്ചാന്റെ വണ്ടി. ഇതാണ് ചാച്ചാന്റെ വണ്ടി. അപ്പോൾ ബാക്കിൽ സാധനങ്ങൾ എടുക്കട്ടെ. എടുത്തോ. ചാച്ച വണ്ടി കഴുകാറില്ലേ? പൊടി പൊടി വെള്ള സാധന പെട്ടെന്ന് കൈക്ക് മിനുക്കണം. ഇല്ല മാറ്റിയോ? നീ ഇങ്ങനെ നിക്കണം. ഒന്നരത്തറിയുള്ളൂ സാധനം. ആൾക്കാരുണ്ടെങ്കിൽ സെൻസ് ചെയ്യുന്നു. ഓ മൈ ഗോഡ്, വെള്ളം നമ്മൾ എടുത്തിരുന്നു. ടിഷ്യൂന്റെ ഔട്ടർ ഫുൾ എടുത്തിട്ടുണ്ട്. പെപ്സിന്റെ ഒരു ക്യാൻ വാങ്ങിക്കും. ഗൈസ് നമ്മള് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോട്ടെ. അളിയനും കൂടിയിട്ട് അല്ലേ, രണ്ടളിയന്മാരും കൂടിയിട്ട് സാധനങ്ങൾ. എന്താ ആ മന്തി? എന്തോ വിശക്കുണ്ട് ചാച്ചാ, നല്ല വിശക്കുണ്ട്. ഓ പെപ്സിന്റെ ഔട്ടർ അല്ല, ഇതിന്റെ ഔട്ടർ ചാച്ച മേടിച്ച് നമ്മളെ മറന്നുപോയി. ഓഫ് ചാച്ചീന്റെ മന്തി, ചാച്ചീന്റെ തൊക്കെ വീഡിയോ കിട്ടുന്നുണ്ട് കേട്ടാ. ഹലോ ഹലോ, ഇത് മൂന്നാമതൊരാൾ കേൾക്കുന്നുണ്ട്. വീഡിയോയിലെല്ലാം പകർത്തുന്നുണ്ട്. അപ്പതേ പോയിക്കൊണ്ടിരിക്കുക. നല്ല രസമുണ്ട്, നല്ല സൺസെറ്റും നല്ല വ്യൂ ആണ്. ഫുള്ള് നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല സൺസെറ്റുള്ള സമയത്താണ് നമ്മൾ വന്നത്. ഓൾമോസ്റ്റ് ഇപ്പോൾ 4 മണി 4:30 ആയി കാണും. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 3:45 4 മണിയൊക്കെ ആയിട്ടുണ്ട്. 3:30 സംതിങ് ആയിട്ടുണ്ട്, ഐ തിങ്ക് സോ. അപ്പം ഫുൾ ആൾക്കാരാണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ സോ നമ്മൾ എൻ്റർ ആവാണ്. നല്ല സൂപ്പർ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോപ്കോണിൻ്റെതും എല്ലാം ഉണ്ട്. നല്ല അടിപൊളി വ്യൂ. സൺസെറ്റിൻ്റെ ടൈമിൽ നമ്മൾ ബീച്ചിലെത്തിയ. ഉച്ചയ്ക്കൊന്നും വരാൻ പറ്റില്ല കാരണം വെയിൽ കാരണമാണ്. അങ്ങനെ ഫൈനലി നമ്മളൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ചാച്ചിരിക്കണോ? വാ ചാച്ചി, നല്ല മാച്ച് ഉണ്ട് കേട്ടോ. കൂളിംഗ് ഗ്ലാസ് നല്ല രസമുണ്ട്. അപ്പൊ ഇത് ഇതൊരു ബ്രീഫ് കേസ് പോലെയാണ്. ആ ഇപ്പൊ ടേബിളായില്ലേ? കട്ടൂടെ നല്ല വിശപ്പുണ്ട്. കൊണ്ടുവന്ന ഒക്കെ എനിക്ക് വേണ്ടി വരും. മൊത്തം എനിക്കാണ്. അതെ ടേബിൾ ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേബിൾ ആയിട്ടുണ്ട്. രണ്ടാളെന്മാരും കൂട്ടിട്ട് ഇവിടെ പണിയെടുക്കാണ്. ചാച്ചൊക്കെ കച്ചറ ഇടാൻ വേണ്ടിട്ട് ചാച്ചീന്റെ വകയാണ് ഇന്നത്തെ ഫുഡ്. സ്പെഷ്യൽ ഷംല നൗഷാദ് ബിരിയാണി. ബിരിയാണി അല്ല, സോറി മന്തി, ബീഫ് മന്തി. നമ്മ പൂക്കി വൈബായിട്ട് മന്തി. ഇത് കാണാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പൂച്ചകൾ പോയി എല്ലാം ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ഫാമിലിയും കൂടിയും ഉമ്മാടെ അമ്മായിയുടെ മോള് നമ്മളെ ജോയിൻ ചെയ്യും. നമ്മളെല്ലാം ബ്ലൂ കളർ വാട്ടർ ചാച്ചാന്റെ സ്പെഷ്യൽ വാട്ടർ ആണ്. അപ്പം ഇനി ഒരു ഫാമിലിയും കൂടിയും ജോയിൻ ചെയ്യില്ല ചാച്ചി അല്ലേ? രണ്ട് ഫാമിലിയാ? ഒരു ഫാമിലി. അപ്പം ഇനി ഒരു ഫാമിലിയും കൂടി നമ്മളപ്പം ജോയിൻ ചെയ്യും. ഉമ്മാന്റെ കസിൻസ് ആണ്. പിന്നെ ഞങ്ങൾ താത്തയാണ്. വിൽസാന്ന് പറയും. ഇവിടെ വൈഫൈ ഇല്ലല്ലോ.
ദുബായിലൊക്കെ എല്ലായിടത്തും വൈഫൈയാ. ദുബായിൽ എല്ലായിടത്തും വൈഫൈയാ. എന്റെ മുച്ചിൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വന്നപ്പോ തന്നെ ഇച്ചു ഡാറ്റ ഉണ്ടോ അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ അടിക്കും. എനിക്കൊരു പ്ലേറ്റ് അവിടെ ഇട്ടാ മതി. ഞാൻ അതെല്ലാം ക്യാപ്ചർ ചെയ്തിട്ട് എടുക്കുക. ഇവിടെ എല്ലാം ജനങ്ങൾ ഇങ്ങനെ വന്ന് പിക്നിക്കിന് ഇരിക്കാട്ടോ. നല്ല വൈബ്. കാറ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ എൻട്രി ചെയ്യാം. ആ ഭാഗത്താണ് ബീച്ച്. ബീച്ചിൽ കുറച്ച് ഫുഡ് കഴിച്ചേ ബീച്ചിൽ പോയിട്ട് കളിക്കാന്ന് വിചാരിച്ചു. അവിടെ പിള്ളേര് ഫുട്ബോൾ കളിക്കാണ്. ആ ചെരുപ്പൂരൊക്കെ അതെ. ആ മോളൂസ് അടിയോടി. ആ ചാച്ചി ഒരു കോമഡി ഉണ്ട്. ഞാൻ ഡുഡുവിനോട് പറഞ്ഞേ, ഡുഡു നീ എന്തിനാണ് ഇങ്ങനെ വളരണ, നീ കുഞ്ഞായിട്ട് പണ്ടത്തെ പോലെ ബേബി ആയിട്ട് ഇരുന്നാ മതി എന്ന് പറഞ്ഞേ. അപ്പൊ ഡുഡു പറഞ്ഞു എനിക്ക് 12 വയസ്സായി, ഞാനല്ല വളരണ, എന്റെ വയസ്സാണ് പോയിക്കൊണ്ടിരിക്കണേന്ന്. ഡുഡു പാറ്റി പറഞ്ഞേ, ഡുഡു നീ എന്തിനാ ഇങ്ങനെ ഞാനല്ല, എന്റെ വയസ്സല്ല വളരുന്നത്. ഡുഡു വളരുന്നില്ല കേട്ടോ ചാച്ചി, വയസ്സല്ലേ വളരുന്നത്. ഇപ്പോഴും കുഞ്ഞാണ്, പാൽ കുടിക്കുന്ന പ്രായമാണ്. ഞാൻ പറഞ്ഞ എന്ത് പണ്ടത്തെ ഡുഡു ആയ നമ്മള് ചെയറെടുത്ത് വെച്ചില്ലേ. ചാച്ചി കയ്യേകണ ബ്ലൂ വാട്ടറിലാണ് കയ്യേകണേ. ഇരിക്കാം. ഞാൻ വീഡിയോ കുറച്ച് കട്ട് ചെയ്യട്ടെ. സിംഗുരും വേണം. ഇച്ചോട് പോയിക്കാ. ആ അതെ വീഡിയോയിലുണ്ട്, വീഡിയോയിലുണ്ട്. നിച്ചോട് പോയിക്കാ. വാഷ്റൂം നിച്ചതിന് വാഷ്റൂമിൽ പോകുമ്പോ കുളിക്കാൻ വാഷ്റൂം അല്ലേ. നമ്മൾ പറഞ്ഞില്ലേ ഒരു ഫാമിലി ജോയിൻ ചെയ്യുന്ന, അവര് എത്തിയിട്ടുണ്ട്. ഇതാണ് റിസിത്ത ആൻഡ് മക്കൾ. അയ്യോ അയ്യോ പടച്ചോരെ, ഇതെന്താ ഓടിപ്പിടി പാവുണ്ട് പിടിച്ച്. ഇങ്ങനെയെന്ന് പറഞ്ഞ മേലിഞ്ഞത്. ഈസി മുടിയൊക്കെ കെട്ടി കാര്യല്ല. ഗൈസ് ആദം വരുന്നുണ്ട്. ഫുഡ് കഴിച്ചോണ്ടിരിക്കാണ്. പിന്നെ റിസിത്താന്റെ ഹസ്ബൻഡ് നിസ്കരിക്കാൻ പോയിക്കോ ഫായിസ്ക അല്ലേ. അമ്മ ഇത് കാണണ്ടാവൂലേ, കാണായിക്കില്ലേ ചിലപ്പോ. അല്ല ഓ അങ്ങനെ അമ്മായി അങ്ങനെ ഞങ്ങള് ഇവിടുന്ന് പാക്കപ്പ് ചെയ്യാണ് അല്ലേ. വി ആർ പാക്കിംഗ് അപ്പ്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ഉമ്മൽകോയിൻ ബീച്ചിലെ ലേഡീസ് ബീച്ചിലെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയി. ഞങ്ങൾ വൈൻഡ് ഓഫ് ആക്കുന്നു. അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. മന്തിയൊക്കെ കഴിച്ച് ചാച്ചിയുടെ സൂപ്പർ മന്തി രണ്ടാമതും കഴിച്ച് അല്ലേ. വെള്ളതാ അനു ഇതിലുണ്ട്. എന്നാ നിങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്തേ. ശരി ഗൈസ്, നമ്മൾ നല്ല രസമുണ്ട്. നല്ല നല്ല നമ്മളെ നാട്ടിൽ ഇല്ലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പാർക്ക് ഇല്ല. ഉള്ള പാർക്ക് വൃത്തിയിൽ കൊണ്ടിട്ടില്ല. ഇങ്ങനൊക്കെ വേണം നാടായി. ഇപ്പൊ പറയും നമ്മളെ നാടിന് കുറ്റം പറയും. അതല്ല അല്ല നമ്മൾ ആ 9 മണി കഴിഞ്ഞ പോലീസ് നൈറ്റ് പെട്രോളിങ്ങിന് കുടിക്കണ്ടോ? ഇത് ഫസ്റ്റ് കൊടുക്കണേ. ശരി വൈൻഡപ്പ് ചെയ്യാൻ മുന്നേ ബൈ ഗൈസ്.